നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ശത്രുത ഉള്ളത് ആർക്കാണ് എന്നുള്ളതാണ്. നിങ്ങളോട് ഒരു ശത്രുത ഫീൽ ചെയ്യുന്നത് ആരാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എല്ലാ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്കും പറ്റും. ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, അതുപോലെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ. The star card ആണ്. Ace of Wands, Four of Wands, Nine of Wands, the Hanged Man, the World card, Queen of Cups, King of Swords, Seven of Cups, King of Pentacles, Seven of Pentacles, Knight of Swords, Nine of Swords, Six of Swords, Queen of Wands. ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹം ഒരു അറേഞ്ച് മാരേജ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ രണ്ട് ഫാമിലിയും കൂടി ഒന്നിച്ചൊരു എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്ത് ഉണ്ടായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു നിങ്ങളെ തമ്മിൽ അകറ്റുന്ന രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അകൽച്ചയുടെ സിറ്റുവേഷനിലായിരിക്കും. പക്ഷെ നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ അത് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ഫാമിലി ആയിരിക്കും ചിലപ്പോൾ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളിലൊന്നും വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ പാർട്ട്ണറുടെ ഫാമിലിയിലുള്ളവർ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനിടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പിരിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമില്ലാത്തൊരു സിറ്റുവേഷനിൽ പോലും നിങ്ങളെ പിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല. ഇവിടെ കിങ് ഓഫ് സോഴ്സ് എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണർക്കോ യാതൊരു ഇഷ്യൂസും ഇല്ല നിങ്ങൾ തമ്മിൽ. പക്ഷേ ഇത് നിങ്ങൾ തമ്മിലുള്ള അവർക്ക് നിങ്ങളോടുള്ള, അതായത് നിങ്ങളോടുള്ള ഇഷ്യൂസ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന രീതിയിലാക്കി മാറ്റി നിങ്ങളെ തമ്മിൽ സെപ്പറേഷനിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു എനിമീസാണ് നിങ്ങളുടെ ലൈഫിലുള്ളത് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലോട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരു സെപ്പറേഷനിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത് ഇവരാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു കേസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഇവിടെ ക്യൂൻ ഓഫ് വാൺസ് എനർജി കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്, അതും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങളെ അടർത്തി മാറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ തമ്മിൽ അകറ്റുക അല്ലെങ്കിൽ നിങ്ങളെ ഒരു സെപ്പറേഷനിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അതിനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് കണ്ടോ
ഈ ഒരു നൈറ്റ് ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നത്. അതിനുവേണ്ടി അവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിങ്ങളെ തമ്മിലൊരു സെപ്പറേഷനിലോട്ട് കൊണ്ടുപോവുക, അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ്. അവർ ചെയ്യുന്ന കാര്യം അതാണ്. അപ്പോൾ അങ്ങനെ ഇതൊരു റിലേഷൻഷിപ്പ്, തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷനുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് ഇവിടെ തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും അകറ്റുന്ന സിറ്റുവേഷൻ, നിങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബേസിസിൽ നിങ്ങൾ തമ്മിലൊരു അകൽച്ചയിലോട്ട് പോകുന്നതായിട്ടാണ് മറ്റൊരു സിനാറിയോ ആയിട്ട് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലോട്ട് പോവുക. അതായത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടെ നയൻ ഓഫ് സോഡ്സും 9 ഓഫ് വാൺസും എനർജികളാണ്. ഈ രണ്ട് എനർജി എന്ന് പറയുമ്പോൾ 9 ഓഫ് വാൺസ് എനർജി എന്ന് പറയുന്നത് ഒരു പേടി, ഭയം അങ്ങനെയുള്ള കാര്യത്തിൽ നിൽക്കുന്നതായിട്ടാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ പേടിച്ച് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് പേടിച്ച് നിൽക്കുന്ന സിറ്റുവേഷനാണ്. 9 ഓഫ് സോഴ്സ് എനർജി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ ഇവരുടെ എനിമി എന്ന് പറയുമ്പോൾ ഇവരുടെ ഇമോഷൻസ് തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ഇവർക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ചിലർക്ക് ഈ ഒരു പാസ്റ്റ് ലൈഫ് ഇഷ്യൂസ് ഇല്ലാത്തവർക്കാണെങ്കിൽ അവരുടെ ഫാമിലി അവരെ ഈ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നതിനെ തടയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും ഈ റിലേഷൻഷിപ്പ് വേണ്ട, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ നിങ്ങൾ റിലീജിയൻ ഒക്കെ വേറെ വേറെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സ്ട്രെസ്സിൻ്റെ പുറത്ത് നിങ്ങളുടെ പേഴ്സണെ നിർത്തുന്ന ഒരു സിറ്റുവേഷൻ, അത് ചിലപ്പോൾ ഇവരുടെ ഇമോഷൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇവരുടെ പാരൻസ്, ഫാമിലിയൊക്കെ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇവർ ഒരു ഭയം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു ഭയപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ, അതുപോലെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ട സിറ്റുവേഷൻ. ഈ രണ്ട് സിറ്റുവേഷൻ കാണുന്നത് നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവരുടെ പാരൻസ് എതിർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് അവർ ഒരു ഭയപ്പെട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ശത്രുത നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്കുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതുപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ നല്ലൊരു കരിയർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുന്ന രീതിയിലായിരിക്കും. കാരണം നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകുമ്പോൾ അത് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു കാര്യത്തിന് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ജോലിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ജോലി ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണ് സ്ട്രെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആളെന്തെങ്കിലും കാര്യത്തിൽ എഫേർട്ട് ഇടുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ എഫേർട്ട് ഇടുക, കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എഫേർട്ട് ഇടുക, അതൊക്കെ ഒരു ആളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളോ അതിനൊക്കെ ഒരു നിരുത്സാഹപ്പെടുത്തുക, അല്ലെങ്കിൽ ഇവരിങ്ങനെ വീക്കാക്കുക, ഇവർക്ക് ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇവരെ എല്ലാ കാര്യത്തിലും ഡൗൺ ആക്കി നിർത്തുന്ന പേഴ്സൺസ് ഉണ്ട് ഇവർക്ക് ചുറ്റും എന്നാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് നിങ്ങളുടെ പേഴ്സണ് ഈ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അതായത് അവർ കരിയറായിട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴൊക്കെ ഇവരെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഇതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ മാനസികമായിട്ടൊരു തകർച്ചയിലോട്ട്, അല്ലെങ്കിൽ ഒരു മനസ്സിന് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഇവർക്ക് റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ ഈ ഒരു ജോലിയോ കാര്യങ്ങളൊന്നും സ്റ്റേബിൾ അല്ലാത്ത കാരണം റിലേഷൻഷിപ്പിലും അവർക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ അവർക്ക് നല്ലൊരു കരിയർ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് താനും. അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോകുന്ന സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു മാനസികമായിട്ടുള്ളൊരു സ്റ്റക്ക് സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരിപ്പോൾ അകലെയായിരിക്കാം, അല്ലെങ്കിൽ കുറേ ദൂരത്തായിരിക്കാം. അപ്പോൾ അതിൻ്റെ ബേസിസിൽ അവർ ഒരു യാത്ര, അല്ലെങ്കിൽ കുറച്ച് അകന്ന ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആകുമ്പോൾ അവർക്ക് എപ്പോഴും നിങ്ങളെ കാണാൻ വേണ്ടി പറ്റാതെ, ഇതൊരു സാഹചര്യത്തിൻ്റെ പ്രശ്നമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ തമ്മിൽ എപ്പോഴും നിങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റുന്നുണ്ടാവില്ല, സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് ഫീലിംഗ് ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഈ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്കൊരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ,
പക്ഷേ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് വാൺസും ദ സ്റ്റാർ കാർഡുമാണ് കാണിക്കുന്നത്. ഈ എല്ലാ തടസ്സങ്ങളും ഈ എല്ലാ ഇഷ്യൂസും ക്ലിയർ ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. കാരണം ഇവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. ഒരു സ്റ്റാർ കാർഡൊക്കെ കാണിക്കുന്നത് ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ലെസ് കോൺടാക്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെറിയ പിണക്കത്തിലായിക്കോട്ടെ, ഏത് സിറ്റുവേഷൻ ആയാലും ഇതിൽ ഇത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. റൊമാൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റെന്തൊക്കെ നെഗറ്റിവിറ്റികൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ ശത്രുത ഉണ്ടെങ്കിലും, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതൊക്കെ ഈ ഒരു ഒറ്റ വേർഡ് കൊണ്ട് മാറും. അതായത് ഈ ഒരു റൊമാൻസ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. റിക്കവറി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പുറത്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തെയും വ്യക്തികളെയും നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഒരു റിയാക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇത് വേണ്ട എന്നുള്ള, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് അതിന് പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സമയമല്ല. ഇത് അതിന് പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യേണ്ട ഒരു ടൈം അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. ആയിരത്തി 1996, 1987, ലെറ്റർ വൈ, ഉത്രാടം, 2000, രോഹിണി, ഫെബ്രുവരി, മെയ്, മാർച്ച്, ഡിസംബർ, സെപ്റ്റംബർ, ചതയം, ഒക്ടോബർ, ലെറ്റർ യു, ഉത്രട്ടാതി, 1997, 1998. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.